രാവിലെ തൊട്ട് ഒരു പ്രശ്നങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഗേസ് നമ്മുടെ ഫോർച്യൂണർ ആണെന്നുണ്ടെങ്കിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഏതൊരുത്തൻ കള്ളനാണെന്ന് തോന്നുന്നു. ആരും ഒരുത്തന്നെ നമ്മുടെ ഫോർച്യൂണർ കൊണ്ടുപോയി. ഇപ്പം അത് തിരഞ്ഞുകൊണ്ട് കേടി. എന്തായി അസിനെ എന്തെങ്കിലും വല്ല മോന് ഞാൻ CCTV നോക്കിയപ്പോഴാണെന്നുണ്ടെങ്കിൽ കാണുന്നത് ഏതോ ഒരുത്തൻ വണ്ടി അടിച്ചുകൊണ്ട് പോണതാണ്. വേണമെങ്കിൽ നിങ്ങൾ ഈ ഫോട്ടോസ് ഒന്നും അവർക്ക് കാണിച്ചു കൊടുത്തേ. എടാ ഇതാരടാ മാസ്കും കാര്യങ്ങളും ഇട്ടോട്ടെ, ഇവന് കാണാനില്ല കേസ്. എന്തായാലും അവൻ വണ്ടിയൊക്കെ നോക്കുന്നുണ്ട്. അവൻ വണ്ടി കൊണ്ടുപോയി. ഇവനാണപ്പ കള്ളൻ. ഇവനെ പിടിക്കണം കേസ് നമുക്ക്. ഇവൻ ഏതാന്നാവോ, ഇവന് എവിടുന്നാന്നും അറിയത്തില്ല. ഇതിപ്പോ എവിടെ പോയി പിടിക്കും? GPS ട്രാക്കർ ആണെന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ നിന്ന് വെച്ച് ഓഫ് ആയിട്ടുണ്ട്. ഇനിയിപ്പോ എന്ത് ചെയ്യും കേസ്? ദേ അവൻ വണ്ടി എടുത്തോണ്ട് പോകുന്നു. അയ്യോ കേസ്, എന്തായാലും നമുക്ക് കുറച്ചു നേരം നോക്കാം. എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് മറ്റേ കോണ്ടാക്ട് ചെയ്യാം. നമുക്ക് അവരായിട്ട് ഒരു കേസ് ഫയൽ ചെയ്യാം. എന്തായാലും കേസ് ഒറ്റ മിനിറ്റ്, ആരും എനിക്ക് വിളിക്കുന്നുണ്ട്. ആരാ നോക്കട്ടെ. ഹലോ കേക്കാവോ? ഞാനാണ് അട്ടപ്പാടി സുനി. അട്ടപ്പാടി സുനിയോ? ഇച്ചേതാണ്? ഞാൻ ആരാന്നൊക്കെ എനക്കറിയാം. എന്റെ വണ്ടിയല്ലേ ഇപ്പൊ തപ്പണത്. എന്റെ വണ്ടി എന്റെ അടുത്താണ്. എന്തായാലും എനക്ക് എന്റെ വണ്ടി വേണമെന്നുണ്ടെങ്കിൽ ഇത് കാർ വാഷിലോട്ട് വാ. ഞങ്ങളെ ചെക്കന്മാരെ വെച്ച് റേസ് കളിച്ച് ജയിക്ക്. എന്നിട്ട് 3 ടാസ്ക് തരാം. ആ ഒരു പണി കൂടെ നീ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാല് അനക്ക് നമ്മളാ കൊണ്ടുപോയ കാർ തിരിച്ചു തരും. അതിന് ഓക്കെ ആണോ? ആ ഡീലിന് ഓക്കെ ആണോ? ബ്രോ കാർ റേസിങ്ങിനാണോ വിളിക്കുന്നത്? അയ്യോ ഓക്കെ ശരി. എന്നാ ബ്രോ ലൊക്കേഷൻ പറ, ഞാൻ കാർ വാഷിലോട്ട് അങ്ങ് എത്തിയേക്കാൻ. ഞാനും എൻ്റെ പിള്ളേരും വണ്ടി എടുത്ത് സെറ്റായിട്ട് ദേ വരുന്നു. സുഹൃത്തുക്കളെ, അവൻ വിളിച്ചേക്കുന്നത് കാർ റേസിനാണ്. പക്ഷെ മണ്ടൻ അറിയത്തില്ല ഞാൻ റേസറിൽ ഒരു കിടിലൻ റേസറാണെന്ന്. എന്ത് ചെയ്യാനാ? അതിനു മുമ്പ് കേസ് നിങ്ങൾ ആ വീഡിയോ ലൈക്ക് ബട്ടൺ ഒന്ന് അടിക്കണേ. കാരണം ആരും ലൈക്ക് അടിക്കുന്നില്ല. എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചാലേ ഉള്ളൂ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടുക. ഓക്കെ, ആൻഡ് ചാനൽ സബ്സ്ക്രൈബും ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ വീഡിയോ കൊള്ളാമെങ്കിൽ ഒരു കമൻറ്റ് ഇടണേ. എന്തിനാ കേസ് ഇങ്ങനെ മടി പിടിച്ചിരിക്കുന്നത്? ഇടക്കൊരൊക്കെ കമൻറ്റ് ആവാലോ. കേസ് ഈ വണ്ടിക്കാണെന്നുണ്ടെങ്കിൽ ഓവർ പവർ ആണെന്ന് തോന്നുന്നു. കണ്ടാൻ വഴിയൊക്കെ കയറിപ്പോയി. കുഴപ്പമില്ല, റിവേഴ്സ് എടുത്തിട്ട് നമുക്ക് കാത്തിനെ ആ വരുന്നതാ തോന്നുന്നു അട്ടപ്പാടി സുനിയുടെ ആൾക്കാർ. എന്തായാലും എന്തോ അവിടെ നിന്ന് കാട്ടിക്കൂട്ടുണ്ട്. ഈ ചങ്ങായി എന്തെങ്കിലും വരാത്തെന്നോ? നമ്മളെ പേടിച്ചു കഴിഞ്ഞി. മോന് നിങ്ങളെ കാറ് ഓന്റെ അടുത്താണ്. പിന്നെ എന്തിനാ നിങ്ങളെ പേടിച്ചത്? എടാ മണ്ട അങ്ങനെ പറയല്ലേ. നമ്മളതിലൊരു മാസം ഉണ്ട്. ആ മാസം കളല്ലേ ഇജെന്തായി കാരണ? ഹലോ, നമ്മളറിയോ അട്ടപ്പാടി സുനിയുടെ അരിയൻ അട്ടപ്പാടി രഘു. ഈ വണ്ടിയോട്ട് റേസ് ചെയ്യാൻ വന്നിക്കണ്. അത് കൊള്ളാം. നീ എന്തായാലും എന്റെ വണ്ടി ഒന്ന് നോക്കിയേ, കൊള്ളാവോ നോക്കിയേ. എടാ മണ്ട, ഇത് കണ്ടിട്ട് ഒരുമാതിരി പിള്ളേര് കളിക്കുന്ന വണ്ടി പോലെ ഉണ്ടല്ലോ. നീ എന്റെ വണ്ടി ഒന്ന് നോക്കിയേ. അട്ടപ്പാടി രഘുവിന്റെ മാസില്ലേ അവിടെ. ഈ അൾട്ടോയും വെച്ചിട്ടാണ് ഈ ബുഗാ ട്രിപ്പ് റേസിന് വരുന്നില്ലേ? എന്തായാലും വാജ് ഇത് കൊറേ കളിയാക്കിയതല്ലേ, കാണാടാ നമുക്ക്. ഈസപ്പോ റേസ് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ അട്ടപ്പാടി രഘുവിസം കാണാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. അവൻ കുറെ നമ്മളെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു. എന്തായാലും അതൊന്നും നമ്മൾ വക വെക്കുന്നില്ല കേസ്. നമ്മൾ കത്തിച്ചെങ്കിൽ വിടാൻ പോവാണ്. അപ്പൊ അവൻ ആദ്യം വിട്ടിട്ടുണ്ട്. പാവൻ ചെക്കൻ ആൾട്ടോയൊക്കെ എടുത്തിട്ടാണ് വന്നേക്കുന്നത്. എന്തായാലും നമ്മുടെ പോകുന്ന വഴി ആ 4 ചെറിയൊരു ചെറ്റത്തരം ചെയ്തിട്ടുണ്ട്. എന്ത് ചെയ്യാനാ കേസ്? ഈ പോകുന്ന വഴിക്കാണെന്നുണ്ടെങ്കിൽ അവ എനിക്ക് തോന്നുന്നു ഫ്യൂവൽ എന്തോ ഒഴിച്ചിട്ടുണ്ട് റോഡിനകത്ത്. അത് കാരണം വണ്ടി സ്ലിപ്പായിക്കൊണ്ടിരിക്കുകയാണ്. വല്ലാത്തൊരവസ്ഥയാണല്ലോ കേസ്. എടാ അസിനെ, ഇത് നമ്മൾ തൂക്കും. അത്രേ ഉള്ളൂ കേട്ടാ, അത്ര എനിക്ക് പറയുള്ളൂ കേസ്. എന്തായാലും വണ്ടി ഒന്ന് സ്കിഡായിട്ടുണ്ട്. ഒറ്റ മിനിറ്റ് കേസ്, ഇപ്പൊ തിരിച്ചെടുക്കാം. മോനും നിങ്ങൾ പതിയെ പോയി കഴിഞ്ഞാൽ ആ ചെങ്ങായിനെ വെട്ടിക്കാനുള്ളതുള്ളൂ. ഈ 200-ലും 300-ലും ഒന്ന് കത്തിച്ചു വിടണം. എവിടെയെങ്കിലും തട്ടി കഴിഞ്ഞാൽ ചാവല് കഴിയും. എടാ അതൊന്നൊരു സീനില്ല. ഇതൊക്കെ കണ്ടോ? ഇത് നോക്കിക്കത്. ഇത് കണ്ടോ? നമ്മളാണ് ഈ മാച്ചിൽ ജയിക്കാൻ പോണത്. അപ്പൊ കേസ് മാച്ച് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാല് നമ്മൾ ആദ്യം ആരാണോ ഡെസേർട്ടിൽ എത്തുന്നത് ആളാണ് വിന്നർ. ഓക്കെ, എന്തായാലും നമ്മുടെ അട്ടപ്പാടി രഘുവാണെന്നുണ്ടെങ്കിൽ മെല്ലെ വരുന്നത്. എന്തായാലും നമുക്ക് 2-3 വർത്താനൊക്കെ പറഞ്ഞിട്ട് പോകാം കേസ്. എന്തുണ്ട് നിങ്ങളുടെ വിശേഷം? ഞാൻ നിങ്ങളോട് വിശേഷം ഒന്നും ചോദിച്ചിട്ടില്ലല്ലോ. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ? നിങ്ങൾക്ക് നമ്മുടെ മറ്റേ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടോ എന്നൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ടേ. നിങ്ങളൊക്കെ ഹാപ്പിയാണോ? നിങ്ങളൊക്കെ ഫുഡ് കഴിച്ചോ? നിങ്ങളൊക്കെ ഇപ്പം എന്ത് ചെയ്യുന്നു? വീട്ടുകാരൊക്കെ എന്ത് ചെയ്യുന്നു? എല്ലാവരും ഹാപ്പിയാണോ? എന്താണ് നിങ്ങളുടെ അവസ്ഥ? അവിടെ മഴയുണ്ടോ? വെയിലാണോ? ചായ കുടിച്ചോ? ചോറ് കഴിച്ചോ? കഞ്ഞിയാണോ കുടിച്ചേ? അതോ എന്തൊക്കെയാണ്? ഇന്ന് എന്താണ് കഴിക്കാറുള്ളത്? അതൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. ചുമ്മാ ഇരിക്കല്ലേ, നമുക്ക് ഇങ്ങനെയൊക്കെ സംസാരിച്ചിരിക്കുന്നേ. അപ്പോൾ അതിന് ഞാൻ റിപ്ലൈയും തരാം കേട്ടോ. നമ്മളാണെന്നുണ്ടെങ്കിൽ ടോള് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ ഏകദേശം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഇടക്ക് നമ്മളൊന്ന് അവിടെ പിടിച്ചു. പക്ഷേ നമ്മൾ ഫസ്റ്റ് ഡെസേർട്ട് കയറിയിട്ടുണ്ട്.
എടാ നമ്മളിവിടെ കൊറേ നേരമായിട്ട് വന്നിക്കണ കേസ്. ഈ അട്ടപ്പാടി സുനീനെ ഇവിടെ കാണാനല്ല. എന്ത് പറ്റിന്നാവോ ചെക്കനെ ഇവിടെ വണ്ടി പഞ്ചറായി ഇരിക്കണോ എന്താന്നാവോ. എന്തായാലും കുറച്ചേരം കൂടി വെയിറ്റ് ചെയ്യാം, അത്രേ ഉള്ളൂ. അസിനെ എന്താണ് ഇപ്പൊ എന്റെ അഭിപ്രായം? ഈ ചെങ്ങാനെ കാണുമോ അതോ വരുമോ? മോനു ഞാനേ അവിടെ ഉള്ള ആർക്കോ വിളിച്ചു നോക്കി. അപ്പൊ ഏതൊരാൾട്ടോ മറ്റേ എൻജിൻ കത്തിക്കാണ്ട് വരുന്നുണ്ട് പറഞ്ഞു. അപ്പോ അത് എവിടെ നോക്കിയപ്പോ മറ്റേ നമ്മളാ പമ്പില്ലേ, പമ്പിന്റെ അവിടെ എത്തിയിട്ടുള്ളൂ. ഓനോട് എത്തണുള്ളൂ. എന്തായാലും നമുക്ക് കുറച്ചേരം വെയിറ്റ് ചെയ്യാം. എന്തൊക്കെ കാണണം, ഇങ്ങനത്തെ ഓരോ മണ്ടന്മാര് വരും. നമ്മളടുത്ത് ബുഗാട്ടി ഇരിക്കണത്, ഓനാണെന്നുണ്ടെങ്കിൽ അൾട്ടോ വെച്ചിട്ട് റേസിന് വന്നിക്കണ്. എത്തപ്പോ അവനെ കാട്ടുക. ഓനിന്റെ ഫോർച്യൂണർ എടുത്തിട്ടാ പോയിക്കണം. അറ്റ്ലീസ്റ്റ് ആ ഫോർച്യൂണർ എടുത്തിട്ടെങ്കിലും വന്ന് കാണുന്നുണ്ടെങ്കിൽ റേസിലെങ്കിലും ഒന്ന് ചിലപ്പോൾ ജസ്റ്റ് മിസ്സിനെങ്കിലും ഒന്ന് ജയിച്ചു. എല്ലാരും മാതിരി ഞമ്മക്കിപ്പോ ബുദ്ധി കിട്ടണില്ലല്ലോ. അല്ല ഞമ്മക്കല്ല, ഓൽക്ക് ബുദ്ധി കിട്ടണില്ലല്ലോ. നമ്മളെ മാതിരി അവിടെ പോലെ ബുദ്ധി അതിച്ച് പറഞ്ഞാലും കാര്യങ്ങളാ. എന്ത് ചെയ്യാനാണ്, ചെറിയ പിള്ളേരായി പോയി. പിന്നെ നമ്മളങ്ങോട്ട് ഇതാക്കി കൊടുക്കാൻ വിചാരിച്ചു. അല്ല ഇപ്പൊ ജയ്സിലിപ്പോ ഇത്ര വലിയ പണിയൊന്നുമില്ല. നമ്മളെ ചെക്കന്മാരെല്ലാരും കയറിയിട്ടേ, നമ്മുടെ ഗ്യാങ്ങിലെ മെമ്പേഴ്സ് എല്ലാരും കയറിയിട്ട് അങ്ങോട്ട് കയറി വണ്ടി അങ്ങോട്ട് എടുത്തു കൊടുത്താൽ മതി. ഇത്ര വലിയ പണിയൊന്നുമില്ല. എന്തായാലും നമുക്ക് ആ ചെക്കനെ കാത്തിക്കാം. ഈ 2-3 വള്ളി പിള്ളേരിറങ്ങിക്കണു മറ്റേ നമ്മുടെ കാർ എടുത്തോണ്ട് പോകാൻ വേണ്ടിട്ട്. അവന്മാരേ ഈ 5-4 റേസ് അവൻ താഴോട്ട് പോയടാ. അതേ വരുന്നു. എന്തൊക്കെയാടാ ചെക്കൻ കാട്ടിക്കുന്നേ? എന്തൊക്കെയാടാ നടക്കുന്നേ? ഇവൻ എന്തായി ചെയ്യണേ? ഓക്കെ, ഏതോ ഒരു കുഴിയിലോട്ട് പോയിട്ട് രാത്രി ആയപ്പോഴത്തേക്കും ഇവനിവിടെ എത്തിയിട്ടുണ്ട്. എടാ അട്ടപ്പാടി രഘു, നീ തോറ്റില്ലടാ. പോടാ അടുത്ത ചലഞ്ചിലും കാണടാ നിന്നെ. നീ തോറ്റില്ലടാ മണ്ട. നിനക്ക് ജയിക്കാനുള്ള കഴിവില്ലടാ ലോട്ടെ. ആദ്യേ നല്ല രീതിക്ക് വണ്ടി ഓടിക്കാൻ പഠിക്കടാ അട്ടപ്പാടി രഘു. എന്നിട്ട് അടുത്ത റേസിന് ആകട്ടാ. നീ അധികം വായത്താളൊന്നും വേണ്ട. എടാ നിന്നെയൊക്കെ ഞങ്ങൾ എടുത്തോളടാ. നീ അട്ടപ്പാടി സുനിയോടാ കളിക്കുന്നേ, അത് ഓർത്തോണം. ഏത് സുനീനൊക്കെ തട്ടും. മര്യാദക്ക ഫോർച്യൂണർ കൊണ്ടുവന്ന് തന്നോ, അല്ലാന്നുണ്ടെങ്കിലേ ഞങ്ങള് കയറി അങ്ങ് നിങ്ങള് ചെറിയ പിള്ളേരെല്ലാം വിചാരിച്ചിട്ടാ വിട്ടു തന്നെ. എന്തായാലും മര്യാദക്ക വണ്ടി തന്നോ, അല്ലാന്നുണ്ടെങ്കിൽ അടുത്ത 2 റേസിനോ. എന്നിട്ട് നിങ്ങൾ പൊട്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ബാക്കി വേണം. നീ ആ വണ്ടി തന്നെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ എടുത്ത് അടിക്കും കേട്ടാ നിന്നെ. ആ വണ്ടിക്ക് കൊടുന്നോ. എന്തായാലും നീ പൊക്കോ. നിനക്കേ അതിനൊന്നുള്ള വിധിയൊന്നുമില്ല. എന്തായാലും നമുക്കേ അടുത്ത റേസിന് കാണാൻ കേട്ടാടാ. ശരി എന്നാ നിന്റെ ചേട്ടനോട് പറഞ്ഞു കൊടുക്കും. ഞാൻ പറഞ്ഞു കൊടുക്കും. എടാ കരയുന്നവൻ. എടാ പോടലോട്ടെ. പോടാ. മര്യാദ കുടിക്കും. എല്ലാവരുണ്ടെങ്കിൽ വല്ല കല്ലെടുത്ത് തന്നെ തലക്കടിക്കും. പോടാ കൊച്ചെടുക്ക. ബാക്കി ഇനി എന്ത് സംഭവിച്ചു എന്ന് ഞാൻ വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് അയച്ചുതരാം. അടുത്ത വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കൂ. അത് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. യുവമാരെ കാര്യമാണ്. യുവമാരെ എപ്പോൾ റേസിന് വിളിക്കും അപ്പോൾ റെക്കോർഡ് ചെയ്തിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഓക്കെ അല്ലേ? സെറ്റ്. അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇൻട്രോ പറയാൻ മറന്നുപോയി. അതേ കേസ് നന്ദി, നമസ്കാരം കേസ്, എല്ലാവർക്കും നന്ദി. ഓക്കെ, ആൻഡ് വീഡിയോ ലൈക്കും ചാനൽ സബ്സ്ക്രൈബ് അടിച്ചു ഞാൻ പ്രതീക്ഷിക്കുന്നു. ശരി എന്നാ കേസ്, നമസ്കാരം, നന്ദി.